1918 നൂറുകണക്കിന് തിമിംഗലങ്ങൾ പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപിന്റെ തീരത്ത് കൂട്ടത്തോടെ വന്ന് ചത്തൊടുങ്ങി കിടക്കുന്നതായിട്ട് കണ്ടെത്തി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതി പറയാൻ വരട്ടെ, കൃത്യം ഒരു നൂറ്റാണ്ടിനിപ്പുറം 2022 ഇതേ ദ്വീപില് ഇതേ കടൽ തീരത്ത് ഈ ദുരന്തം വീണ്ടും ആവർത്തിച്ചു. ഇന്ന് ഏകദേശം 480ഓളം തിമിംഗലങ്ങളാണ് 2 ദിവസമായിട്ട് അതിൻ്റെ തീരത്ത് പിടഞ്ഞു മരിച്ചത്. ഒരേ സമയം, ഒരേ സംഭവം, ഒരേ ഫലം. പക്ഷേ ഈ കഥ വെറും ഒരു സങ്കടകരമായിട്ടുള്ള കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് മാറുന്നത് ഇതിനോടൊപ്പം തന്നെ നടന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയുമ്പോഴാണ്. ഈ തിമിംഗലങ്ങൾ തീരത്തടിഞ്ഞ ഏകദേശം അതേ സമയത്ത് തന്നെ ഭൂമിയിൽ നിന്നും 100 കണക്കിന് കിലോമീറ്റർ മുകളിലൂടെ സഞ്ചരിക്കുന്ന നാസയുടെ NOAA നാഷണൽ ഓഷ്യൻ ഒബ്സർവേറ്ററി സാറ്റലൈറ്റുകൾ സമുദ്രഭാഗത്തിൻ്റെ ചില പ്രദേശത്തായിട്ട്, ഇതേ ദ്വീപുകളുടെ പ്രദേശത്തായിട്ടുള്ള ചിത്രങ്ങൾ പകർത്തിയിരുന്നു. അമ്പരപ്പിക്കുന്നൊരു കാഴ്ചയാണ് പുറത്തു വന്നത്. ഈ കാണുന്ന പോലെ ഒരു വലിയ നഗരത്തെ മുഴുവൻ വിഴുങ്ങാൻ കഴിയുന്നത്ര വലുപ്പത്തിൽ, കൃത്യമായൊരു വൃത്തത്തിൽ ആ കടൽ ഭാഗം അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. തീ പിടിക്കുമ്പോഴുള്ള ഓറഞ്ച് നിറമോ അല്ലെങ്കിൽ കടൽ തിരമാലകൾ അടിക്കുമ്പോഴുള്ള വെളുത്ത പതയൊന്നുമല്ല, ഒരുതരം ഇലക്ട്രിക് നീല കലർന്ന പച്ച നിറം. അതീവ പ്രകാശമുള്ളൊരു വലിയ വലയം പസഫിക് സമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രവഹിക്കുകയാണ്. എന്തോ ഒരു വലിയ അദൃശ്യ ശക്തി അവിടെ ബാക്കി വെച്ചുപോയൊരു അടയാളം പോലെ. അപ്പോൾ ഈ ഒരു ദ്വീപിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയാലും ഈ ബ്ലൂം ഇവിടെ പ്രത്യക്ഷപ്പെടും. കാരണം ഇതിൻ്റെ അടിഭാഗത്തുള്ള അണ്ടർ ഓഷ്യാനിക് മൗണ്ടെയ്ൻസിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഈ മൗണ്ടെയ്ൻസാണ് പ്രധാനമായിട്ടും ചില ഫിനോമിനൻസിന് കാരണമാകുന്നതും ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള രൂപങ്ങൾ വളരെയധികം തഴച്ചു വളരാൻ കാരണമാവുകയും ചെയ്യുന്നത്. ഇതൊരു ചുഴലിക്കാറ്റല്ല, കടലിനടിയിൽ അഗ്നിപർവ്വതം പൊട്ടിയതൊന്നുമല്ല, നാസയുടെ ക്യാമറയ്ക്ക് പറ്റി തകരാറുമല്ല. സോ നമ്മൾ ഇവിടെയാണ് ട്വിസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രകാശിക്കുന്ന സമുദ്രവും തീരത്തടിഞ്ഞു മരിക്കുന്ന തിമിംഗലങ്ങളും ലോകപ്രശസ്തമായ ഇംഗ്ലണ്ടിലെ വൈറ്റ് ക്ലിഫ്സ് ഓഫ് ഡോവർ എന്ന് വിളിക്കുന്ന ഈ കാണുന്ന തെക്കൻ ഇംഗ്ലണ്ടിലെ 110 മീറ്ററോളം ഉയരത്തിൽ നിൽക്കുന്ന ആ കൂറ്റൻ വെളുത്ത മലനിരകളും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. കേൾക്കുമ്പോൾ പരസ്പര ബന്ധമില്ല എന്ന് തോന്നാവുന്ന ഈ 3 കാര്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരൊറ്റ പ്രതിഭാസമാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി ആരും കാണാതെ യാതൊരു ശബ്ദവുമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രകൃതിയുടെ മെക്കാനിസം. ജീവൻ്റെയും മരണത്തിൻ്റെയും ഭൂമിശാസ്ത്രം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. കടലിനടിയിലെ ആ ഭൂമിയുടെ കിടപ്പ് എങ്ങനെയാണ് ഒരു ജീവിക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതെന്നും അതേ ഭൂമിശാസ്ത്രം തന്നെ എങ്ങനെയാണ് മറ്റൊരു ജീവിക്ക് മരണക്കെണിയായി മാറുന്നതെന്നുമുള്ള വലിയൊരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു തലമുടിയുടെ 14ൽ 1 അംശം മാത്രം വലിപ്പമുള്ള കടലിലെ ചെറിയ ജീവികളുടെ കഥയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ. അത്രയും ചെറുതാണെങ്കിലും വലിയ മലനിരകൾ നിർമ്മിക്കാനും ഭൂമിയുടെ കാലാവസ്ഥയെ തന്നെ നിയന്ത്രിക്കാനും കഴിവുള്ള ജീവികളാണിവ. ഇന്ന് നമ്മൾ മനുഷ്യർ കാരണം ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വേഗത്തിൽ വലിയ വെല്ലുവിളികൾ ഇവ നേരിടുന്നുണ്ട്. ന്യൂസിലാൻഡിൻ്റെ സൗത്ത് ഐലൻഡിൽ നിന്നും ഏകദേശം 840 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയാണ് ചാത്തം ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന കുറേ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളിൽ ഒന്നാണ് ഇവ. 1918 ചാത്തം ഐലൻഡുകളിൽ ഏകദേശം 100 കണക്കിന് തിമിംഗലങ്ങൾ ചത്തടിഞ്ഞു എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതേ പ്രതിഭാസമാണ് 2022 സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബ്ലൂമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ബ്ലൂമിന് കാരണമാകുന്ന അതേ കടലിനടിയിലുള്ള പ്രതിഭാസം തന്നെയാണ് തിമിംഗലങ്ങളെ വഴിതെറ്റിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓസ്ട്രേലിയയുടെ അടുത്ത് കാണപ്പെടുന്ന പസഫിക് സമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒറ്റപ്പെട്ട ഒരു ദ്വീപ് രാഷ്ട്രമാണ് ന്യൂസിലാൻഡ്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഇറ്റ്സെൽഫ് ഒരു ഭൂഖണ്ഡമാണെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കിഴക്ക് ഭാഗത്തായിട്ട് പസഫിക് സമുദ്രത്തിൻ്റെ താഴെ ദക്ഷിണാർദ്ധഗോളത്തിലാണ് വരുന്നത്. ഈ ന്യൂസിലാൻഡിൻ്റെ ഭാഗമാണ് ചാത്തം ഐലൻഡ് എന്ന് മാത്രമല്ല, ചാത്തം ഐലൻഡുകൾ ഏകദേശം 800 കിലോമീറ്റർ അകലെയാണ് ന്യൂസിലാൻഡിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള 10ഓളം ദ്വീപുകളിലെ കുറച്ച് ദ്വീപുകളിലാണ് 600 മനുഷ്യർ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്നർത്ഥം. ഒരു സാധാരണ ലോക ഭൂപടം നോക്കിയാൽ നമുക്ക് ഈ ഐലൻഡുകളെ കാണാൻ കഴിയണമെന്നില്ല. ഈ പറയുന്ന ചാത്തം ദ്വീപുകളുടെ താഴെ ഒരു മലനിര കാണപ്പെടുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും കടലിൽ മുങ്ങി നിൽക്കുകയാണെന്ന് മാത്രമല്ല, ഏകദേശം സർഫസിൽ നിന്ന് ഒരു 200 മുതൽ 400 മീറ്റർ താഴ്ചയിൽ പോയാൽ മാത്രമേ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നല്ല ആഴത്തിൽ കിടക്കുന്ന കടലിൻ്റെ ഏകദേശം 60-70% ഈ ഒരു മലനിരകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തുള്ള വെള്ളവും, അതായത് ഭൂമിയുടെ നമ്മുടെ തെക്ക് ഭാഗത്ത് നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് നിന്നുള്ള വെള്ളത്തിനെയും ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ വെള്ളത്തിന് 2 ലെയറുകൾ കൂടിയുണ്ട്. അതായത് അപ്പർ സൈഡിൽ സൂര്യപ്രകാശം അടിക്കുന്ന വാം ലെയറുമുണ്ട്, ലോവർ സൈഡിൽ സൂര്യപ്രകാശം തീരെ എത്തിച്ചേരാത്ത ഡീപ്പ് ഓഷനിലെ ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ലെയറും കാണപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ ഇവ പരസ്പരം മിക്സ് ആകാറില്ല. ഈ അതിർത്തി വെറും ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ മാത്രമല്ല, അത് കെമിക്കൽ കൂടിയാണ്, അത് ബയോളജിക്കലാണ്.
സമുദ്രത്തിനടിയിലെ ഈ വലിയ മതിൽ കാരണം അവിടെ സംഭവിക്കുന്നത് വളരെ വലിയ ഒരു ലൈഫിൻ്റെ എക്സ്പ്ലോഷനാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അപ്വെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഓഷൻ സർഫസാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ കരയൊക്കെ വരുന്നത്. ഇത് ഓഷൻ്റെ അടിഭാഗത്തേക്കുള്ള ഡീപ്പായിട്ട് പോകുന്ന പല ലെയറുകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനം സൂര്യപ്രകാശം അടിക്കുന്ന ഈ സർഫസിൽ നിന്ന് താഴെ ഏകദേശം ഒരു 200 മീറ്റർ വരെ ഒരുവിധം പ്രകാശം നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം ചൂടുള്ളതും നല്ല രീതിയിൽ പ്രകാശമാനമായതും എന്നാൽ വളരെ കുറച്ച് മാത്രം പോഷകാംശം ഉള്ളതുമാണ്. എന്നാൽ ഏകദേശം ഒരു 200 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ അതിന് താഴേക്ക് നമ്മൾ പോകുന്തോറും ടെമ്പറേച്ചർ തീരെ കുറയും. സൂര്യപ്രകാശം അടിക്കാറുമില്ല, വാം വാട്ടർ ഇല്ലേം താനും. പക്ഷേ അവിടെ നമുക്ക് പല തരത്തിലുള്ള എന്തുണ്ട് നാച്ചുറൽ ബാരിയറായിട്ട് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഒരുപാട് ന്യൂട്രിയൻസ് കാണപ്പെടുന്നു. പിന്നെയും നമ്മളൊരു 1 കിലോമീറ്ററിന് താഴേക്ക് പോകുമ്പോഴാണ് ഡീപ്പ് ഓഷൻ എത്തിച്ചേരുന്നത്. ഡീപ്പ് ഓഷൻ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ഏരിയയാണ്. അവിടെയും നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട്, പക്ഷേ അതൊന്നും സർഫസിലേക്ക് വരാറില്ല. കടൽ വെള്ളം എപ്പോഴും ഇങ്ങനെ പല ലെയറുകളായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മിക്സപ്പ് ആക്കാൻ ഒരു മാർഗ്ഗം വേണം. ആ മാർഗ്ഗമാണ് ചാത്തം റൈസ് കാണിക്കുന്നത്. ചാത്തം റൈസ് എങ്ങനെയാണ് മുകളിലുള്ള ന്യൂട്രിയൻസ് കുറഞ്ഞ വാം വാട്ടറിനെയും താഴെയുള്ള ന്യൂട്രിയൻസ് കൂടിയ കോൾഡ് വാട്ടറിനെയും മിക്സ് ആക്കുന്നത്? കാരണം ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗ്രേഡിയൻ്റ് ഉള്ളത്. ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡിഫറൻസ് ഉള്ളത്. ഇവിടെ ചൂടുണ്ട്, ന്യൂട്രിയൻസ് ഇല്ല. ഇവിടെ ചൂടില്ല, ന്യൂട്രിയൻസ് ഉണ്ട്. ഈ ഒരു വെർട്ടിക്കൽ മിക്സിങ് നടക്കണമെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമായി വരുന്നൊരു ഭാഗമാണ് ഈ കാണുന്ന ചാത്തം റൈസ്. നമുക്കറിയാമല്ലോ, ഏകദേശം ഒരു 200 മീറ്ററിൻ്റെ ഡിഫറൻസേ സർഫസുമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് എത്തിച്ചേരുമ്പോൾ വെള്ളം ഇങ്ങോട്ട് ഇടിച്ച് കയറുകയും താഴെയുള്ള വെള്ളത്തെയും മുകളിലുള്ള വെള്ളത്തെയും ഈ ഒരു ചാത്തം റൈസ് മിക്സാക്കി ഈ അപ്വെല്ലിങ്ങിലൂടെ മുകളിലേക്ക് കയറി കടലിൻ്റെ സർഫസിലേക്ക് എത്തിച്ചേരുകയും അപ്വെല്ലിങ് വഴി നല്ല ന്യൂട്രിയൻസ് എത്തിച്ചേരുന്നു. ഈ ന്യൂട്രിയൻസിൽ നല്ല രീതിയിൽ ആൽഗകൾ വളരുന്നു. ഈ ആൽഗകളെ തിന്നാനായിട്ട് പലതരത്തിലുള്ള കുഞ്ഞു മത്സ്യങ്ങൾ കടലിൻ്റെ പല ഭാഗത്തു നിന്ന് ഓടിയെത്തുന്നു. അവയെ കൂട്ടത്തോടെ ഭക്ഷിക്കാൻ വേണ്ടി തിമിംഗലങ്ങളും ഡോൾഫിനുകളും പോലെയുള്ള ജീവികളും ഈ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു. അത്തരത്തിൽ വലിയൊരു രീതിയിൽ ലൈഫിൻ്റെ ഒരു വളർച്ച നടക്കുന്ന ഭാഗമാണ് ചാത്തം റൈസ് എന്ന് പറയുന്ന പസഫിക് സമുദ്രത്തിലെ ഈ ഒരു ഭാഗം. പക്ഷേ നാസയുടെ ഉപഗ്രഹങ്ങൾ കണ്ട ആ തിളങ്ങുന്ന വളയത്തിൻ്റെ കാരണം മത്സ്യങ്ങളല്ല, മറിച്ച് അവിടെ പെരുകുന്ന ഒരു കൂട്ടം ജീവികളാണ്. അവരെയാണ് നമ്മൾ കോക്കോലിത്തോഫോറുകൾ എന്ന് വിളിക്കുന്നത്. വെളിച്ചം ലഭിക്കുന്ന കടലിൻ്റെ മുകൾ തട്ടിൽ ജീവിക്കുന്ന ഒരു തരം ഏകകോശ ആൽഗകളാണ് കോക്കോലിത്തോഫോറുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 മുതൽ 10 മൈക്രോമീറ്റേഴ്സാണ്. നമുക്കറിയാം, മൈക്രോമീറ്റർ എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ എളുപ്പം നമ്മുടെ തലമുടിയുടെ വീതിയുടെ 14 ഒരു അംശം മാത്രം വലിപ്പമുള്ള രൂപങ്ങളാണിവ. അപ്പോൾ അത്രത്തോളം സ്ട്രോങ് ആയ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് നോക്കിയാൽ നമുക്കിത് കാണാൻ പറ്റും. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ ഇതിനകത്ത് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സിംഗിൾ സെല്ലാണ്. അതായത് ഇതൊരൊറ്റ സെല്ലാണ് എന്ന് മാത്രമല്ല, ഇതൊരു ഫൈറ്റോ പ്ലാങ്ക്ടൺ. ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുമ്പോൾ കടലിൽ കിടന്നിട്ട് നമ്മുടെ പ്രകാശ സംശ്ലേഷണം വഴി സൂര്യപ്രകാശത്തെയും മറ്റും ആഗിരണം ചെയ്ത് ഒരു പച്ച നിറത്തിലുള്ള എലമെൻ്റൊക്കെ ഉണ്ടാവും, ഹരിതകമൊക്കെ ഉണ്ടാവും. അത് വെച്ച് അത് ആഹാരം പാകം ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഈ പറയുന്ന കോക്കോലിറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ശരീരത്തിലേക്ക് ഈ പറയുന്ന കാർബണേറ്റ് പ്ലേറ്റുകൾ അടങ്ങുമ്പോഴാണ് ഈ ഒരു ഓർഗാനിസം ഈ രീതിയിലേക്ക് ആയി മാറപ്പെടുന്നത്. ഇതിലെന്തൊക്കെയുണ്ടെന്ന് പറയാം. ഇതിൻ്റെ പല ലെയറുകളുണ്ട്. ഒന്ന് കോക്കോലിത്ത് എന്ന് പറയുന്ന ഈ കാണുന്ന കാൽഷ്യം കാർബണേറ്റ് പ്ലേറ്റുകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളത് കാൽഷ്യം കാർബണേറ്റ് ഷെല്ലാണ്. ഈ പ്ലേറ്റിന് പുറമെ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഷെല്ല് കാണപ്പെടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് സെൽ മെംബ്രെയിനാണ്. ഇതൊരു ഏകകോശ ജീവിയാണ്. ഇതിൻ്റെ സർഫസാണ്. ഇതിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കണം. അപ്പോൾ സെല്ലിന് ഒരു കോട്ടിംഗ് ഉണ്ടാവും. ആ കോട്ടിങ്ങാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തിൽ തന്നെ പച്ച നിറത്തിൽ കാണപ്പെടുന്നില്ലേ, ഇതാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഹരിതകം. നമ്മുടെ ചെടികൾക്കൊക്കെ പച്ച നിറം കൊടുക്കുന്ന അതേ വർണ്ണവസ്തുവാണ്. ഈ ഓരോ കൊച്ചു ജീവിയും തങ്ങൾക്ക് ചുറ്റും കാൽസ്യം കാർബണേറ്റ്, അതായത് നമ്മുടെ ചോക്കില്ലേ, ആ ഒരു കോമ്പൗണ്ട് ഉപയോഗിച്ച് അതിസങ്കീർണമായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് കോക്കോലിത്തുകൾ എന്ന് വിളിക്കുന്നത്. വെറും ഒരു തോടൊന്നുമല്ല, ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിലെ ഏറ്റവും കൃത്യതയാർന്ന മനോഹരമായിട്ടുള്ളൊരു ജോമെട്രിക്കൽ ഷേപ്പാണ് ഈ കവചങ്ങൾക്കുള്ളതെന്ന് കാണാം. നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. ഒരു മികച്ച എഞ്ചിനീയർ ഡിസൈൻ ചെയ്തതുപോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്ന ചോക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അതേ പദാർത്ഥം കൊണ്ടാണ് ഈ ജീവികൾ തങ്ങളുടെ കവചം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു അത്ഭുതമുണ്ട്. ഈ കാൽസ്യം കാർബണേറ്റ് കോട്ടിങ്ങുകൾ പ്രകാശത്തെ വളരെ ശക്തമായി റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ഒന്നാണ്. അതായത് ഓരോ കൊച്ചു കവചവും ഓരോ കണ്ണാടിയായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ പോഷകങ്ങൾ ലഭിച്ച് ഈ ജീവികൾ ട്രില്യൺ കണക്കിന് പെരുകുമ്പോൾ, അതായത് കോടിക്കണക്കിന് കൊച്ചു കൊച്ചു കണ്ണാടികൾ അടങ്ങിയ ജീവികളായിട്ട് അവ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇവയെല്ലാം ചേർന്ന് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വലിയ ക്യാൻവാസായി കടലിൽ നിലനിൽക്കും. നമ്മുടെ മുടിനാരിഴയേക്കാൾ ചെറുതായിട്ടുള്ള ഈ ഒരു ജീവിയുടെ ശരീരത്തിലെ
എന്തെങ്കിലും ഒരു റിഫ്ലക്ഷൻ തട്ടി സൂര്യപ്രകാശം എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അവയുടെ കൂട്ടത്തോടുള്ള കടന്നുവരവ്. വളരെ കുഞ്ഞൻ ജീവിയാണെങ്കിൽ പോലും കോടിക്കണക്കിന് എണ്ണം ഒരേ ഭാഗത്ത് ഒരുപാട് ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ചെറിയ ചെറിയ റിഫ്ലക്ഷനുകൾ ചേർന്നാണ് ഒരു സാറ്റലൈറ്റിന് സ്പേസിൽ നിന്ന് വരെ കാണാൻ കഴിയുന്ന രീതിയിൽ ഈ ഒരു ഇലുമിനേഷൻ ഇവിടെ ഉണ്ടാകുന്നത്. ഇത് ബയോലൂമിനസെൻസ് അല്ല. ഈ ജീവി ഒരു പ്രകാശവും പുറപ്പെടുവിക്കുന്നില്ല. പകരം സൂര്യപ്രകാശത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കൂടിയ ബ്ലൂവിനെയും പിന്നെ തൊട്ട് താഴെയുള്ള പച്ചയെയും അത് എഫക്റ്റീവായിട്ട് ഒരു ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ചാത്തം റൈസ് എന്ന മലയുടെ കൃത്യമാകൃതിയിൽ തന്നെയാണ് പോഷകങ്ങൾ മുകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ചാത്തം ദ്വീപുകളെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാലും അതവിടെ ഉണ്ടാകും. സമുദ്രത്തിനടിയിലുള്ള ഒരു ജിയോഗ്രഫിക്കൽ രൂപത്തെ ജീവികൾ മുകളിൽ വരച്ചു വെച്ചതുപോലെ, വെള്ളത്തിൻ്റെ മുകളിൽ വരച്ചു വെച്ചതുപോലെയാണ് കാണാൻ കഴിയുക. ഇത്രയും ഊർജ്ജം ചിലവാക്കി ഈ കൊച്ചു ജീവികൾ എന്തിനാണ് ഇത്രയും സങ്കീർണമായ ഒരു കവചം നിർമ്മിക്കുന്നത് എന്നുള്ളത് സയൻസിന് ഇതുവരെയും പൂർണ്ണമായും ഡീകോഡ് ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ്. കാൽസ്യം കാർബണേറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ മെറ്റബോളിക് എനർജി ആവശ്യമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ 200 മില്യൺ വർഷങ്ങളായി, അതായത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ച വലിയ കാലഘട്ടത്തേക്ക് അതിജീവിച്ച് അവർ ഇന്ന് ഇവിടെ തുടരുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു റീസൺ ഉണ്ടാവണം. ചില ഗവേഷകർ പറയുന്നത് മറ്റു ജീവികൾ ഇവരെ തിന്നാതിരിക്കാനുള്ള ഒരു പ്രതിരോധ സംവിധാനമാണിതെന്നാണ്. വേറെ ചില ഗവേഷകർ പറയുന്നത് സൂര്യനിൽ നിന്നുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു സൺസ്ക്രീൻ പോലെ ഇത് പ്രവർത്തിക്കുന്നു എന്നാണ്. ഇനി അതല്ല, പ്രകാശത്തിന്റെ അളവ് കിട്ടുമ്പോൾ കടലിനടിയിലേക്ക് സ്വമേധയാ താഴ്ന്നു പോകാനുള്ള ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഭാരം പോലെ ഇവ കവചം ഉണ്ടാക്കി വയ്ക്കുന്നു എന്നും ചിലർ പറയുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനുള്ള ഒരു സഹായിയായിട്ടാണ് സത്യത്തിൽ നമ്മൾ ഇതിനെ കാണുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ കൃത്യമായ കാരണമെന്ന് ഇന്നത്തെ സയൻസിന് 100% പറയാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഇംഗ്ലണ്ടിലെ ആ വലിയ വെളുത്ത മലനിരകളിലേക്ക് വരാം. തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൻ്റെ തീരത്ത് 110 മീറ്ററോളം ഉയരത്തിൽ നിൽക്കുന്ന ആ വൈറ്റ് ക്ലിഫ്സ് ഓഫ് ഡോവർ മുഴുവനായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ചോക്കുണ്ടാക്കുന്ന ആ ജീവികളുടെ കവചങ്ങൾ കൊണ്ടാണ്. അതായത് എക്സാക്ട്ലി ചോക്ക് കൊണ്ടുണ്ടാക്കിയ മല. ഞാനതൊരു ഭംഗിക്ക് പറഞ്ഞതല്ല, അക്ഷരാർത്ഥത്തിൽ അത് ചോക്ക് തന്നെയാണ്. ഈ കോക്കോലിത്തോഫാർ എങ്ങനെയാണ് ചോക്കുമലകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവയുടെ ശരീരം പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും കാർബണിനെ വലിച്ചെടുത്ത് സെഡിമെൻ്റായിട്ട് കടലിനടിയിലേക്ക് പോകുന്നത്, അതിനുശേഷം എങ്ങനെയാണ് അത് നമ്മൾ പറയുന്ന ഇംഗ്ലണ്ടിലെ ആ ഒരു മലനിരയായി മാറിയത് എന്നുള്ളൊരു പ്രവർത്തനത്തെക്കുറിച്ചുള്ളൊരു ഗ്രാഫാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ജീവി. ഈ ജീവി മരിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിലെ ഈ ഷെല്ലുണ്ടല്ലോ, കാൽസ്യം കാർബണേറ്റ് ഷെല്ല്, ഇത് കടലിൻ്റെ അടിയിലേക്ക് ഭാരം കൊണ്ട് താഴ്ന്നു പോകും. അങ്ങനെ കുറേ എണ്ണം വന്ന് വീണ് 1000 വർഷം കൊണ്ട് 1 സെൻറ്റിമീറ്ററൊക്കെയാണ് അതിൻ്റെ ഒരു വിട്ത് എന്ന് പറയുന്നത്. ആ രീതിയിൽ ഓഷൻ സർഫസിലേക്ക് എത്തിച്ചേരും. പിന്നെയും കുറേ കോടി വർഷങ്ങളെടുത്തിട്ട് അതിൻ്റെ മീതെ ചെളിയും മണ്ണും ഒക്കെ വീണ് ഇത് പ്രസ്സായി ഈ ഒരു ജീവിയുടെ ആ ശരീരത്തിലെ ചോക്കെന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് പ്രസ്സായിട്ട് പാറയുടെ രൂപത്തിലേക്കായി മാറും. പിന്നെയാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം വഴി നമ്മൾ പറയുന്ന കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി ഉണ്ടല്ലോ, അതായത് ഭൂമിയുടെ പ്ലേറ്റുകൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചലനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഇത് കടലിൻ്റെ അടിയിൽ നിന്നും കുത്തിപ്പൊങ്ങി വരും. 2 പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുകയോ ഒന്നിന് താഴെ മറ്റൊന്ന് പോവുകയോ ചെയ്യുമ്പോൾ അങ്ങനെ പൊങ്ങി വന്നാണ് നമ്മൾ ബ്രിട്ടനിൽ കാണുന്ന ഈ കടൽ തീരത്തെ ചോക്കുമലകൾ രൂപപ്പെട്ടത് എന്നാണ് അനുമാനം. സോ നിങ്ങൾ ഇംഗ്ലണ്ടിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ അവിടെ ടൂർ പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഭൂമിയുടെ കോടിക്കണക്കിന് വർഷത്തെ ചരിത്രമാണ്. ഇന്ന് നമ്മൾ ആ സാറ്റലൈറ്റ് ചിത്രത്തിൽ കാണുന്ന ചാത്തം ഐലൻഡിന് ചുറ്റുമുള്ള ആ തിളക്കം അതുകൊണ്ട് വെറും ഭംഗിയുള്ളൊരു കാഴ്ച മാത്രമല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ മലനിരയുടെ ലൈവ് നിർമ്മാണ പ്രക്രിയയാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ട് വൈറ്റ് ക്ലിഫ്സ് ഓഫ് ഡോവർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കാണുന്ന ചാത്തം റൈസിൻ്റെ ഭാവി കാലമാണ്. ചാത്തം റൈസ് ഇന്ന് ചെയ്യുന്നത് ഭാവിയിലെ ഡോവർ ക്ലിഫ്സിൻ്റെ നിർമ്മാണമാണെന്നർത്ഥം. അപ്പോൾ ജീവൻ ഇത്രയും വലിയൊരു ആഘോഷം നടക്കുന്ന ഒരിടം എങ്ങനെയാണ് പൈലറ്റ് തിമിംഗലങ്ങൾക്ക് ഒരു മരണക്കെണിയായിട്ട് മാറുന്നത് എന്ന് നോക്കാം. കാര്യം ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ. വലിയൊരു ആവാസ വ്യവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വലിയ തിമിംഗലങ്ങളും മറ്റ് ജീവികളുമൊക്കെ തന്നെ ഇവിടേക്ക് ഇര തേടി വരാറുണ്ട്. നല്ല രീതിയിൽ അപ്വെല്ലിംഗ് നടക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇതേ ഭൂമിശാസ്ത്രം തന്നെയാണ് പൈലറ്റ് തിമിംഗലങ്ങളെ കൂട്ടത്തോടെ മരണത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറയാം. കാരണം അവയുടെ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ പോരായ്മയാണ് എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഡോൾഫിനുകളെയും കൊലയാളി തിമിംഗലങ്ങളെയും പോലെയുള്ള വർഗ്ഗത്തിൽപ്പെട്ട ഈ തിമിംഗലങ്ങൾ കടലിൽ വഴി കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു വിദ്യയാണ്. തിമിംഗലങ്ങൾ എങ്ങനെ എക്കോ ലൊക്കേഷൻ വഴി തെറ്റിദ്ധരിക്കപ്പെടും? ഇതൊരു അനുമാനം മാത്രമാണ്. തിമിംഗലങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചാത്തം ഐലൻഡിൽ വന്ന് മരണപ്പെടുന്നത് എന്നതിന് പൂർണ്ണമായിട്ടുള്ള തെളിവില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിമിംഗലങ്ങളുടെ ഹെഡിൽ നിന്ന് വരുന്ന ചില അൾട്രാസൗണ്ടുകൾ, നമുക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദ തരംഗങ്ങൾ മുൻപിലുള്ള ഏതെങ്കിലും തടസ്സത്തിൽ ചെന്ന് തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് അത് വഴി മനസ്സിലാക്കുന്നത്. വവ്വാലുകൾ രാത്രി എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നമുക്കറിയാമല്ലോ, അതിൻ്റെ മറ്റൊരു വേർഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ പോകുന്ന വഴിക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ ശബ്ദം അതിൽ തട്ടി തിരിച്ച് തിമിംഗലങ്ങൾക്ക് കിട്ടും. എന്നാൽ ഈ ചാത്തം റൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മടങ്ങിയതും ചുളിവുകളുള്ളതും ഹോളുകളുള്ളതുമായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്.
അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ശബ്ദതരംഗങ്ങൾ പല ഭാഗത്തേക്ക് ചിതറിപ്പോവും. ചില ശബ്ദതരംഗങ്ങൾ തിരിച്ച് തിമിംഗലത്തിന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ തിരിച്ച് കിട്ടിയാലേ തടസ്സം മനസ്സിലാക്കാൻ പറ്റൂ. തിരിച്ച് കിട്ടിയില്ലെങ്കിലോ ഇത് നേരെ ചെന്ന് അങ്ങോട്ട് ഇടിച്ചു കയറാനോ ദിശ തെറ്റി ചാത്തം ഐലൻഡുകളുടെ ആ ഒരു തീരപ്രദേശത്ത് പോയി കിടക്കാനോ സാധ്യതയുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുത്തൻ തീരപ്രദേശത്ത് പോയി അടിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ള എല്ലാ എണ്ണവും അങ്ങോട്ട് പോയി കിടക്കും. ഇനി മരിച്ചില്ല, അതിനെന്തെങ്കിലും പറ്റി അത് അവിടെ ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വേലിയേറ്റം ഉണ്ടായിട്ട് വേലിയിറക്കം ഉണ്ടാകുന്ന സമയമൊക്കെ ആണെങ്കിൽ കടൽ വെള്ളം മൊത്തമായിട്ട് തിരിച്ചിറങ്ങിപ്പോവും. പക്ഷേ മണലിൽ ബ്ലോക്കായി പോകുന്ന വലിയ തിമിംഗലങ്ങൾക്ക് പിന്നീട് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയാണ് മിക്കതും തീരത്തടിഞ്ഞ് കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത് എന്നാണ് ഒരു അനുമാനം. തിമിംഗലങ്ങളുടെ സാമൂഹിക ജീവിതം വലിയൊരു പ്രശ്നമാണ്. ഭൂമിയിൽ തന്നെ പരസ്പരം വളരെയധികം ആത്മബന്ധമുള്ള ഒരു മൃഗമാണ് തിമിംഗലങ്ങളെന്ന് പറഞ്ഞാൽ. കൂട്ടം ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അതുമാത്രമല്ല, അത് അവരുടെ ഐഡൻറ്റിറ്റിയാണ്. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്നിനെ ഉപേക്ഷിച്ച് ഒരിക്കലും അവർ പോകില്ല. കരയ്ക്കടിഞ്ഞ ഒരു തിമിംഗലത്തെ നമ്മൾ രക്ഷപ്പെടുത്തി തിരികെ കടലിലേക്ക് വിട്ടാൽ പോലും തൻ്റെ കുടുംബം അവിടെ കിടക്കുന്നത് കൊണ്ട് അവ വീണ്ടും കരയിലേക്ക് വന്ന് ജീവനെടുക്കുന്ന കാഴ്ച പലപ്പോഴും മനുഷ്യർക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് പരിഭ്രാന്തി കൊണ്ടല്ല, അത് അവരുടെ ലോയൽറ്റിയാണ്. ഇതാണ് യഥാർത്ഥ പ്രശ്നം. കൂട്ടത്തിലെ നേതാവിന് ചാത്തം റൈസിൻ്റെ ഈ ശബ്ദക്കുരുക്കിൽപ്പെട്ട് വഴിതെറ്റിയാൽ പിന്നാലെ വരുന്ന കുടുംബം മുഴുവൻ ഒന്നും ചിന്തിക്കാതെ അവരെ പിന്തുടരും. പ്രകൃതിക്ക് ഇങ്ങനെയുള്ള ഒരു വികാരങ്ങളോട് ഒരു അനുഭാവവും ഇല്ല. ഒരുമിച്ച് നിൽക്കുക എന്നത് അവരുടെ ഏറ്റവും വലിയ കരുത്താണ്. പക്ഷേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കൂട്ടമരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഭൂമിശാസ്ത്രമാണുള്ളത്. ജീവൻ്റെ വലിയ ആഘോഷത്തിനും വലിയ മരണത്തിനും ഒരേ സമയം കാരണമാകുന്ന അത്ഭുത ദ്വീപ്. ഈ കോക്കോലിത്തോഫോറുകൾ എന്ന് പറയുന്ന ജീവികൾ ഭൂമിയിലെ വലിയ മാറ്റങ്ങളെ അതിജീവിച്ചവരാണ് എന്ന് നമുക്കറിയാം. ദിനോസറുകളെ ഇല്ലാതാക്കിയ വലിയ ഉൽക്കാപതനം തൊട്ട് കടലിലെ ടെമ്പറേച്ചറിൽ വന്ന മാറ്റങ്ങൾ വരെ അവർ പരിണാമത്തിലൂടെ അതിജീവിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അവർ നേരിടുന്നത് മറ്റൊരു വെല്ലുവിളിയാണ്. നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്താണ് ഇത് പ്രകാശ സംശ്ലേഷണം നടത്തുന്നതും അത് കാൽസ്യം കാർബണേറ്റ് ഉണ്ടാക്കുന്നതും കടലിനടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടിയാൽ ഈ ഒരു പ്രോസസ്സ് കൂടുകയല്ലേ? അല്ല. നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളവുമായിട്ട് കലർന്ന് കാർബോണിക് ആസിഡായിട്ട് മാറും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇത് കടലിലേക്ക് അബ്സോർബായിട്ട് കടൽ വെള്ളം കാർബോണിക് ആസിഡായിട്ട് മാറും. ഒന്നുകിൽ മഴ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ കടൽ വെള്ളത്തിന് അമ്ലത ഉണ്ടാവും. അമ്ലത ഉണ്ടാകുന്നത് ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം കൂടുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ കാർബോണിക് ആസിഡ് ഉണ്ടായതിനു ശേഷം അത് കടൽ വെള്ളത്തിൽ എത്തിച്ചേർന്നിട്ട് ഈ കാണുന്ന ജീവികളുടെ ഷെല്ലുമായിട്ട് പറ്റിപ്പിടിക്കും. അപ്പോൾ ഇതിൻ്റെ ഷെല്ലിൽ കാൽസ്യം കാർബണേറ്റ് ഉണ്ട്, ഇവിടെ ആസിഡുണ്ട്. ആസിഡും ഈ കാൽസ്യം കാർബണേറ്റും ചേർന്ന് കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ഡിസോൾവ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഈ ജീവി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ കാർബൺ ഡെപ്പോസിറ്റ് കടലിൽ അധികമായിട്ട് വരുന്ന കാർബോണിക് ആസിഡ് പതുക്കെ നശിപ്പിച്ചതിന് ശേഷം അത് ഡിസോൾവ് ആയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് വെറും ഒരു ജീവിവർഗത്തിൻ്റെ മാത്രം കഥയല്ല, അല്ലെങ്കിൽ പ്രശ്നമല്ല. നമ്മുടെ ഭൂമിയിൽ വലിയൊരു ബയോളജിക്കൽ കാർബൺ പമ്പ് കൂടിയാണ് ഇത്തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ അപകടത്തിലാകുന്നത്. ഈ ജീവികൾ പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ അന്തരീക്ഷത്തിലെ വലിയൊരു ശതമാനം കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ ചത്ത് താഴേക്ക് പോകുമ്പോൾ ഇതിനെ ഭൂമിയുടെ അടിത്തട്ടിൽ കാൽസ്യം കാർബണേറ്റ് ആയിട്ടുള്ള ചങ്ങലകൾക്കൊപ്പം ഡെപ്പോസിറ്റ് ചെയ്യും. കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഇത് നൂറ്റാണ്ടുകളോളം സുരക്ഷിതമായി നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഭൂമിയുടെ ചൂട് കുറച്ച് നിർത്തുന്നതിൽ ഈ കൊച്ചു ജീവികൾക്ക് വളരെ വലിയ പങ്കുണ്ട്. സോ കടലിലെ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ജീവികൾ മരിക്കുമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം ഒരുപക്ഷെ ചാത്തം ഐലൻഡ് പോലെയുള്ള പ്രതിഭാസങ്ങളെ കൂടുതൽ സിവിയർ ആക്കുകയോ മേ ബി അത്തരം ഗ്ലോകൾ ആ ജീവികളുടെ എന്തെങ്കിലും അപകട സൂചനയോ ആകാനാണ് സാധ്യത. അലാം ബ്യൂട്ടി പ്രോബ്ലം എന്ന് പറയുന്നൊരു സത്യമുണ്ട്. അതായത് കാണാൻ ഭയങ്കര രസമുള്ള എല്ലാ കാര്യവും സേഫ് ആണെന്ന് വിചാരിക്കരുത്. നാഷണൽ ജിയോഗ്രഫിക്സ് പോലെയുള്ള സയൻസ് മാഗസിനുകളുടെ കവർ ചിത്രമായി വരാൻ പോകുന്നത്ര സുന്ദരമായിരിക്കാം ചാത്തം ഐലൻഡിലെ തിളക്കം. പക്ഷേ പ്രകൃതിയിലെ സൗന്ദര്യം എപ്പോഴും സേഫ് അല്ല. കടലിലെ പവിഴപ്പിറ്റുകൾ അവയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള വർണ്ണങ്ങൾ പുറത്തെടുക്കുന്നത് അവയ്ക്ക് അമിതമായ താപനില കാരണം സ്ട്രെസ് വരുമ്പോഴാണ്. കാണാൻ ഭംഗിയുണ്ടെങ്കിലും മരിച്ചുകൊണ്ടിരിക്കുന്ന പവിഴപ്പിറ്റുകളുടെ സൂചനയാണെന്ന് യാഥാർത്ഥ്യം. സമാനമായൊരു മുന്നറിയിപ്പാണോ ചാത്തം റൈസിലെ തിളക്കമെന്ന് ഗവേഷകർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ബാലൻസ് നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ടും നമുക്കതിനെ കണക്കാക്കാം. അതുകൂടാഞ്ഞിട്ട് 70ഓളം തലമുറകൾ കൂടുമ്പോൾ വലിയ തോതിൽ ഈ അമ്ലത്വത്തെ മറികടക്കാൻ കഴിയുന്ന പരിണാമങ്ങൾ സംഭവിക്കുന്ന കോക്കോലിത്തോഫോറുകളെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടം എന്ന് പറയുമ്പോഴും ഒരു പക്ഷേ ആ ജീവി അതിജീവിക്കാം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഈ കാർബൺ ഡെപ്പോസിഷനെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന രീതിയിൽ തിമിംഗലങ്ങളുടെ മരണത്തോടൊപ്പം കോക്കോലിത്തോഫോറുകളും കടലിൽ കുറയാനും അത് ഭൂമിയുടെ ബാലൻസ് തകർക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. എന്തായാലും പ്രകൃതിയിൽ നടക്കുന്ന ഇത്തരം പ്രതിഭാസങ്ങൾ വായിക്കുമ്പോൾ വളരെ അത്ഭുതമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ടോപ്പിക്ക് ഏകദേശം ഫെബ്രുവരി മാസത്തിൽ തന്നെ നോട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത് ഇത്രയും ഭംഗിയാണ് എന്ന് ഈ അടുത്ത കാലത്ത് അതിനെക്കുറിച്ച് വായിക്കുമ്പോഴാണ് മനസ്സിലായത്.
നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. ഭൂമിയുടെ ബാലൻസ് നിലനിർത്തുന്നുണ്ട്. അതിന് നമ്മൾ തന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ